ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ നാടിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. എൻ്റെ നാട് പ്രകൃതിയാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വളരെ സമ്പന്നമായ ഒരു നാടാണ് കോതമംഗലം. ലോകപ്രശസ്തമായ തട്ടേക്കാട്, അതുപോലെ തന്നെ പുതുത്താൻകെട്ട്, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, ഇങ്ങനെ വലിയ വലിയ ടൂറിസ്റ്റ് മേഖലയുള്ള ഒരു സ്ഥലം കൂടാണ്. പ്രകൃതിയാൽ കേരളത്തിൻ്റെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു നാടാണ് എൻ്റെ കോതമംഗലം. പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഒരു IT കമ്പനിയിലാണ്. അവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ കമ്പനി എനിക്ക് തരുന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാൻ സാധിച്ചത്. കാരണം അതുപോലെ തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാൻ സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ കായിക മേഖലയിലെല്ലാം വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ എൻ്റെ ഓണത്തെക്കുറിച്ച് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ പല പല പരിപാടികളിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ പല പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ കോളേജ് മേഖലയിലായാലും കമ്പനി മേഖലയിലായാലും ലീഡർഷിപ്പിൽ ഓരോരോ പ്രോഗ്രാംസ് നടത്തി. ഇപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം എൻ്റെ 9ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. എനിക്ക് സുന്ദരികളായ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും എനിക്ക് തന്നിട്ടുണ്ട്. അവരെ വളരെ ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് കൊണ്ടു നടത്തുക, അവരുടെ ഓരോ ക്യൂട്ട്നെസ്സും അവരുടെ ഓരോ ഓണാഘോഷവുമാണ് എൻ്റെ ഇന്നത്തെ സന്തോഷങ്ങൾ. അവരുടെ ഒപ്പം പങ്കെടുക്കുന്നതാണ് ഞാൻ ഇന്ന് ഓണത്തെ വളരെ പ്രാധാന്യമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വലിയൊരു ഓണാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു സന്തോഷവും സമൃദ്ധിയായി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. നമ്മൾ മലയാളികൾ എങ്ങനെ ഓണം ആഘോഷിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പറയും പൂക്കളോടും സദ്യ കൊണ്ടും എന്നൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന വേറെ രീതിയിലാണ്. അത് ഒരാഴ്ച കഴിയുമ്പോൾ കേരള സർക്കാർ ഒരു വാർത്ത പുറപ്പെടും. ബെവറേജസ് കോർപ്പറേഷനിൽ എത്ര ശതമാനം സത്യം പറഞ്ഞിട്ട് ചോദ്യം കിട്ടിയത് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വെള്ളടിക്കില്ല. അന്ന് ആ വെള്ളത്തിന്റെ ലഹരിക്കെതിരെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ സമൂഹത്തിലെ ലഹരി വളരെ ആപത്തായ ഒരു കാര്യമാണ്. നമ്മൾ നിസ്സാരമായിട്ട് കാണും. പക്ഷേ ഇന്നത്തെ ക്രിമിനൽസ് കുറ്റങ്ങൾ അല്ലെങ്കിൽ കേസുകൾ എടുത്ത് നോക്കിയാൽ അതിലെല്ലാത്തിനും വെള്ളടിച്ച് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ലഹരി പദാർത്ഥം വെച്ച് ഓരോരുത്തരെ ഏത് സ്ത്രീകളുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഏത് കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും അവിടെ ഒരു ലഹരിയാണ് ഏറ്റവും വലിയ കാര്യം. ലഹരി മാറിയ കഴിഞ്ഞാൽ ഇവിടെ കള്ളവുമില്ല, ചതിയുമില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വേണ്ടത്. അത് മാറ്റി നിന്നാൽ ഈ കേരളം മാവേലിയുടെ അതേ നാടായി മാറും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യ നിരോധനം വേണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ബാറുകൾ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അടിക്കണം എന്ന ആഗ്രഹമുള്ളവരും അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിലെല്ലാം അവരുടെ ഒരു ബോഡിക്ക് കെടുക്കുന്ന സ്ഥലങ്ങൾ അതെല്ലാം വീടുകളിൽ പോയി ചെയ്യട്ടെ. ദൈവത്തോർത്ത് ബാറുകളിൽ പോയി നിന്ന് അടിച്ചതിന് ശേഷം വണ്ടി ഓടിച്ച് മറ്റുള്ളവരുടെ സാധാരണക്കാരായ ആളുകളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ നല്ല കുടുംബനാഥനെല്ലാം ഇടിച്ച് അവരുടെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന രീതി അവസാനിപ്പിക്കും.